ചാനൽ. ഇന്ന് ചെറിയൊരു ഡേ ട്രിപ്പ് വ്ലോഗാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് മരിയയും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചൊരു യാത്രയായിരുന്നു ഇത്. നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം എക്സിക്യൂട്ട് ചെയ്തു. വെരി ഈസി. ജർമ്മനിയിലെ NRW സ്റ്റേറ്റിലുള്ളവർക്കറിയാം, അവിടുത്തെ ഒരു ഫേമസ് സിറ്റിയാണ് കോബ്ലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടും പിന്നെ ആ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇത് ഭയങ്കര ഫേമസ് ആണ്. മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ ആളുകൾ പറയുന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 8:30 നമ്മൾ കോബ്ലൻസ് ബാനോഫിലെത്തി. അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു, കാരണം വീക്കെൻഡാണ്, പിന്നെ വെക്കേഷൻ സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ എത്തി. ChatGPTയോടൊക്കെ ചോദിച്ച് അന്നത്തെ ഒരു ഐറ്റിനറി നമ്മൾ പ്ലാൻ ചെയ്തു, എവിടെയൊക്കെ പോകണം. നമുക്ക് കുറച്ച് സമയമുള്ളൂ. സോ എന്താണെങ്കിലും ആദ്യം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു തുടങ്ങാമെന്ന് വെച്ച് നമ്മൾ ലിഡിലേക്ക് പോയി. ജർമ്മനിയുടെ ഒരു ദേശീയ ഭക്ഷണമാണ് ഈ ബ്രെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം ഇതിൻ്റെ പല വകഭേദങ്ങളാണ് ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കുന്നത്. വേറെ ഐറ്റംസ് ഉണ്ട്, എന്നാലും നമുക്കിപ്പം അരിയാഹാരം പോലെ ഇവിടെ ഈ ബ്രെഡിൻ്റെ പല വെറൈറ്റീസാണ്. കുടിക്കാൻ ചായയോ കാപ്പിയോ, കോൾഡ് കോഫി എടുക്കട്ടെ. ഇത് മുട്ടായുടെ സെക്ഷനാണ്, ഇവിടെ നമുക്ക് ഒന്നും എടുക്കാനില്ല. വെള്ളം എൻ്റെ കയ്യിലുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അയ്യോ, അത് ഭയങ്കര പക്ഷേ ടേസ്റ്റാ. സ്പിനച്ചാ, എന്നാൽ അതെടുത്തു. അല്ല, നമുക്ക് ഡിഫറെൻറ്റ് സാധനങ്ങൾ എടുക്കാം. അങ്ങനെയാണ് രണ്ടുപേർക്കും ട്രൈ ചെയ്യാലോ. രാവിലെ തന്നെ ചീസ്. കുട്ടി എന്താ കഴിക്കുന്നത്? മിനി പിസ്സ, മെറ്റ് സലാമി. ആ പോകുന്ന ബസ്സിന് നമുക്ക് പോകേണ്ടതായിരുന്നു ഗൈസ്, പക്ഷെ ഫുഡ് തീരാത്തോണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. സത്യത്തിൽ ഈ വ്ളോഗൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം. പബ്ലിക്കിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ എനിക്ക് പാടാണ്. അപ്പോൾ പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പം പറയണ്ടല്ലോ. നമ്മുടെ ബസ്സൊക്കെ വന്ന് നമ്മൾ കയറി ഡോയ്ച്ചെ എക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണേ. എൻ്റെ നമ്മൾ മാപ്പിളാവ് ലിപ്സ്റ്റിക്ക് തിന്നു. സെൻട്രൽ പ്ലാറ്റ്സ് ആട്ടെ. ഇതാണ് തോമസ് മുള്ളർ. തോമസ് മുള്ളർ അല്ലല്ലോ, എന്ത് മുള്ളറാ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ. ChatGPT വൈ? ആദ്യം നമ്മളിത് കണ്ടപ്പോൾ കുറച്ച് ഷോക്കായിപ്പോയി, കാരണം കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പൊതുവേ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോബ്ലൻസിലെ ലോക്കൽ വിമൻസ് അസോസിയേഷനും അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ്, ആർട്ട് ഗ്രൂപ്പ്സ് അവരൊക്കെ ചേർന്നിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ബ്രേക്ക് ദ ടാബൂസ്, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തെന്നാണ് ChatGPT പറഞ്ഞത്. എനിവേ നല്ലൊരു കോൺസെപ്റ്റാണത്, നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് തോന്നി. നമ്മളങ്ങനെ ഡോയ്ച്ചെക്കയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓട്ടം കളേഴ്സ് ആയിരുന്നു എവിടെ നോക്കിയാലും. നമുക്ക് അത്യാവശ്യം നടന്ന് കാണാനുള്ളതുണ്ട്. നമ്മൾ അങ്ങനെ ഡോയ്ച്ചെക്കയിലെത്തി. ഡോയ്ച്ചെക്ക എന്ന് പറയുമ്പോൾ എഡ്ജ്, ഒരു മൂല, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടെ കാണാൻ. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോയപ്പോഴാണ് നമുക്ക് കേബിൾ കാറിൽ കയറിയാലോ എന്നൊരു ആശയം ഉദിച്ചത്. നമുക്ക് പോയി ചോദിച്ചു നോക്കാം എത്രയാന്ന്. ഇവിടെ ഉണ്ട്. ഞാൻ കിണ്ടറ, പിന്നെ ഞാൻ പറയും അങ്ങനെ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേബിൾ കാറിൽ കയറുക എന്നുള്ളത്. എന്താണെങ്കിലും നമ്മൾ കയറാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ വന്ന് കയറുന്നവർ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ചാൽ മതി. കൺസെഷൻ ഉണ്ട്. അല്ലാത്തവർ ഫുൾ പേയ്മെന്റ് ചെയ്യണം. കുട്ടികൾക്കും കൺസെഷൻ ഉണ്ട്, അത് അവിടെ അവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നീന്തലറിയോ? ഇതിലങ്ങനെ പേടിക്കേണ്ട എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ സമയത്ത് എന്തോ
പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ലല്ലോ, നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് കയറിയോണ്ട് പേടിക്കാനുള്ളൊരു ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. നമ്മളിങ്ങനെ പോയി. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ശരിക്കും. കോബ്ലൻസിൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ കേബിൾ കാർ എന്ന് എനിക്ക് തോന്നി. നമ്മളത് ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. ആ ഒരു റിവറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോകുമ്പം നല്ല രസമാണ് ശരിക്കും. ഓട്ടോ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പച്ച, മഞ്ഞ, ചുമല, ഇല്ലാത്ത കളറൊന്നും ഇല്ല. അപ്പം നല്ല രസമായിരുന്നു അതിൻ്റെ മുകളിൽ ഇരുന്ന് പോകുമ്പോഴത്തേനും. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, വൃത്തിക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു കേബിൾ കാറിനുള്ളിൽ കയറി അങ്ങനെ നമ്മൾ നല്ല ജോളിയായിരിക്കും. എനിവേ, ആഹാ, ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എത്തി താഴോട്ടൊക്കെ നോക്കിയപ്പോഴത്തേനുമാണ് നമ്മൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾ എനിവേ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മുടെ സൗകര്യം പോലെ തിരിച്ചു കയറി പോയാൽ മതി. നമ്മൾ പോകുന്നത് റൈൻ മോസേൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റിവറാണ് റൈൻ. റൈനും മൊസേൽ എന്ന് പറഞ്ഞൊരു റിവറും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ്. അതൊരു നമ്മൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ അത് താഴേക്ക് നോക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കിപ്പോൾ എന്നാലും അതിലേക്ക് പോകാമെന്ന് വെച്ചു. നമ്മൾ നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ആ കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഒരുപാട് ഉയരങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും മലകളും ഒക്കെ ഇങ്ങനെ കുഞ്ഞു പൊട്ടുപൊട്ടു പോലെ കാണുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിവേ, അത് ഒരു മസ്റ്റ് വിസിറ്റാണ് അവിടെ. നല്ല രസമാണ് കാണാൻ. നമ്മളിങ്ങനെ ആഗ്രഹിച്ചു, സമ്മറിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ, നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ ഒന്ന്. പക്ഷേ അപ്പോൾ ഇത്രയും കളേഴ്സ് കാണാൻ പറ്റത്തില്ല. ഫുൾ ഗ്രീൻ ആയിരിക്കും. നമുക്കിതുപോലെ ഈ ഓട്ടം കളേഴ്സ് കാണാൻ പറ്റത്തില്ല. എനിവേ, വന്ന സമയം നല്ലതായിട്ട് തന്നെ നമുക്ക് തോന്നി. നമ്മൾ എൻജോയ് ചെയ്ത് അതിലെ നന്നായിട്ട് നടന്നു. ഇതാ കണ്ടോ കേബിൾ കാറ് കയറുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ. അതുപോലെ ഒരെണ്ണത്തിൽ കയറി നമുക്കും തിരിച്ചു പോകണം. ഏകദേശം ഉച്ചയാകാറായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് താഴേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് നമ്മളിതിലിങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് എന്നിട്ട് വരുന്ന കേബിൾ കാറിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക. ആളുകളെ കൊണ്ടുവിടുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ. അപ്പോൾ നമുക്കതിൽ ഇതിന് ടൈം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് കുറച്ചും കൂടെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല കാഴ്ചകൾ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതെന്തോ ഒരു ആഡംബര കപ്പൽ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിവേ, കൊള്ളായിരുന്നു. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു, എന്നെങ്കിലും ഇതിലൊക്കെ കയറാം. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊന്നും അല്ലല്ലോ കേബിൾ കാർ. അതുപോലെ എല്ലാം നടക്കും. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി ഇങ്ങനെ നടന്നു. ഇതാ നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട കപ്പലാട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ ആ കളേഴ്സൊക്കെ ഇങ്ങനെ. എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര എക്സൈറ്റഡാണ് ഞാനിങ്ങനെ. പല കളറിലുള്ള ഇലകളുള്ള മരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മൾ പള്ളിയാണെന്ന് കരുതി കയറാൻ പോയൊരു സ്ഥലമാണ്. പക്ഷെ അത് പള്ളിയല്ല, എന്തോ ഒരു പഴയ ഓഫീസും കണ്ടായിരുന്നു. എനിവേ, തിരിച്ച് നമ്മൾ പോകാൻ തീരുമാനിച്ചു. കുറച്ച് നടന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് നമ്മൾ ആ വഴി പോവുകയാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോവുകയാണ്. രാവിലെ നമ്മൾ ഒട്ടും തിരക്കില്ലാത്ത കണ്ട സ്ട്രീറ്റാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്ന്, വീക്കെൻഡാണ്. എല്ലാവരും അവിടെ എൻജോയ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമുക്കും തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ആയി. നമ്മൾ കോബ്ലൻസിനോട് ബൈ പറഞ്ഞു. മരിയം ഞാൻ 2 കണക്ഷനാണ് പോകുന്നത്, അതുകൊണ്ട് മരിയോടും ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ നല്ല ടയേർഡായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേ, ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.